ഡോക്ടർ ശശി തരൂർ കോൺഗ്രസിന് വീണ്ടും തലവേദന സൃഷ്ടിക്കുകയാണോ? കോൺഗ്രസിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ എതിരാളിയായ നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ടാണ് ശശി തരൂർ വീണ്ടും വാർത്തകളിൽ നിറയുന്നത്. ലോകസമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ പങ്കുവഹിക്കാൻ കഴിയുന്ന ലോക നേതാവായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറിയെന്നും യുക്രൈൻ യുദ്ധത്തിൽ മോദിയുടെ നിലപാട് ശരിയായ നയതന്ത്രമായിരുന്നു എന്നുമാണ് ഡൽഹിയിൽ റായ്സിന ഡയലോഗിൽ ശശി തരൂർ MP അഭിപ്രായപ്പെട്ടത്. രാഷ്ട്രീയമായി കോൺഗ്രസിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത പ്രസ്താവനയാണ് പാർട്ടി പ്രവർത്തക സമിതി അംഗം കൂടിയായ ശശി തരൂരിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതോടെ കോൺഗ്രസ് ദേശീയ നേതൃത്വം എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് കേരളത്തിലെ ശശി തരൂർ ആരാധകരും പാർട്ടി പ്രവർത്തകരും. നേരത്തെയും ശശി തരൂർ മോദിയെ പ്രകീർത്തിച്ച് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും പുതിയ പ്രസ്താവന കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതാണ്. കാരണം യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ മോദി കൈക്കൊണ്ട നിലപാടിനെ എതിർത്തത് തെറ്റായിപ്പോയെന്നാണ് തരൂർ പറയുന്നത്. റഷ്യയുമായും യുക്രൈനുമായും നല്ല ബന്ധം സ്ഥാപിക്കാൻ മോദിക്ക് കഴിഞ്ഞു. പാർലമെന്റിൽ മുമ്പ് നടത്തിയ പ്രസംഗമാണ് ശശി തരൂർ തിരുത്തിയത്. ഇത് കോൺഗ്രസിന്റെ തന്നെ നിലപാടിനെ ചോദ്യം ചെയ്യും വിധമാണെന്നാണ് ഹൈക്കമാൻഡ് വിലയിരുത്തൽ. ശശി തരൂരിന്റെ പ്രസ്താവന BJP നേതാക്കളും അണികളും വൻ ആഘോഷമാക്കുകയാണ്. BJP സംസ്ഥാന നേതൃത്വവും ദേശീയ നേതാക്കളും ശശി തരൂരിന്റെ പ്രസംഗത്തെ പുകഴ്ത്തി രംഗത്തെത്തിയതിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് ഇതുവരെ വ്യക്തമല്ല. മോദിയുടെ US സന്ദർശനത്തെയും പ്രസിഡന്റ് ട്രംപുമായുള്ള വൈറ്റ് ഹൗസ് കൂടിക്കാഴ്ചയെയും ശശി തരൂർ പുകഴ്ത്തിയിട്ട് ഏറെ നാളൊന്നും ആയില്ല. അന്ന് തരൂരിനെ കോൺഗ്രസിന് പരസ്യമായി തള്ളിപ്പറയേണ്ടി വന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് കേരളത്തിലെ ഇടതു സർക്കാരിന്റെ വ്യവസായ വളർച്ചയെ പ്രകീർത്തിച്ച് തരൂർ വീണ്ടും കോൺഗ്രസിന് തലവേദനയുണ്ടാക്കിയത്. കേരളത്തിൽ വികസന മുരടിപ്പെന്ന ആരോപണം ഉന്നയിച്ച് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും തുടർന്ന് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാനുള്ള KPCCയുടെ തീരുമാനത്തിന് തൊട്ടു പിന്നാലെയായിരുന്നു തരൂരിന്റെ സെൽഫ് ഗോൾ. ശശി തരൂർ ഇടതുപക്ഷത്തേക്ക് ചേക്കേറുന്നുവോ എന്ന് പോലും സംശയം ജനിപ്പിക്കുന്നതായിരുന്നു വിവാദം. ഒരാഴ്ചക്കാലം തരൂർ UDFനെ വെള്ളം കുടിപ്പിച്ചെങ്കിലും ഡൽഹിയിലെ നീക്കത്തോടെ വിഷയം കെട്ടടങ്ങുകയായിരുന്നു. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിയ ലേഖനത്തെ ഹൈക്കമാൻഡ് തള്ളിപ്പറഞ്ഞു. പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശവും നൽകി. കേരളത്തിൽ പരിഗണിക്കപ്പെടുന്നില്ലെന്നും ദേശീയ തലത്തിൽ ചുമതലകൾ ഒന്നും ഏൽപ്പിക്കുന്നില്ലെന്നും ശശി തരൂരിന് പരാതിയുള്ളതായി കരുതുന്നവരുണ്ട്. AICC അധ്യക്ഷ തിരഞ്ഞെടുപ്പിന് ശേഷം ശശി തരൂർ കേരള രാഷ്ട്രീയത്തിൽ കൂടുതൽ സജീവമാകാൻ ലക്ഷ്യമിട്ടിരുന്നു. ആദ്യഘട്ടത്തിൽ A ഗ്രൂപ്പ് നേതാക്കളിൽ ചിലരുടെ പിന്തുണ ലഭിച്ചെങ്കിലും പിന്നീട് അവർ കൈയൊഴിഞ്ഞു. ശശി തരൂർ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ നീക്കം നടത്തുകയാണോ എന്ന ചർച്ചയും സജീവമാണ്. K മുരളീധരനെ പോലുള്ള നേതാക്കൾ പരസ്യമായും മറ്റു ചില നേതാക്കൾ പരോക്ഷമായും ശശി തരൂരിനെ വിമർശിക്കുകയാണ്. അഭിപ്രായ ഭിന്നത രൂക്ഷമായതിനെ തുടർന്ന് തരൂരുമായി രാഹുൽ ഗാന്ധി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്ന ഹൈക്കമാൻഡിന്റെ നിർദ്ദേശത്തോടെ തരൂർ നിലപാട് മയപ്പെടുത്തി. ഇതോടെ തരൂർ നേതൃത്വത്തിന് വഴങ്ങി മുന്നോട്ടെന്ന പ്രതീതിയുണ്ടായി. തരൂരിനെ കേരളത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള നിർദ്ദേശവും ഹൈക്കമാൻഡ് നൽകിയിരുന്നു. വിവാദങ്ങൾ കെട്ടടങ്ങിയെന്ന് കരുതിയപ്പോഴാണ് മോദി സ്തുതിയുമായി തരൂർ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്.